സുഗമോദേവി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേവികയെ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് വരുന്നത് മറ്റാരുമല്ല ഗിരീഷ് തന്നെയാണ്. ഗിരീഷ് തറപ്പിച്ച് പറയുന്നുണ്ട് ദേവിക സ്വയം മനസ്സോട് കൂടിയിട്ട് ഒപ്പിട്ട പ്ലാന്റ് അല്ല ഇത്, മറിച്ച് പ്രഭാവതി മേഡമോ നന്ദനോ ആരോ അവളെ നന്നായി ഫോഴ്സ് ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ രജനിയാണെങ്കിൽ അത് തള്ളിക്കളയാണ്. അമ്മ ആദർശവാദിയാണെന്നും നന്ദൻ ഒരിക്കലും ഇതിനോടൊന്നും യോജിക്കില്ല എന്നൊക്കെ തന്നെ രജനി ഉറപ്പിച്ചു പറയുന്നു. എന്തുതന്നെ ആയാലും MLA-ക്കെതിരെയും MLA-യുടെ പുതിയ ഈ ഒരു പദ്ധതിക്കെതിരെയും ഉറപ്പായിട്ടും ഞങ്ങൾ സമരം ചെയ്തിരിക്കുമെന്ന് ഗിരീഷ് പറയുമ്പോൾ വെറുതെ ഒരു റിസ്ക് എടുക്കണോ എന്നൊക്കെ രജനി ചോദിക്കുന്നുണ്ട്. എന്തായാലും പിന്നീട് ദേവികയാണെങ്കിൽ ആകെ തകർന്നു പോവുകയാണ്. തന്റെ വിഷമങ്ങളൊക്കെ മുരളിയോട് തുറന്നു പറയുന്നുണ്ടെങ്കിലും അവൾക്കാണെങ്കിൽ ആശ്വാസം കിട്ടുന്നില്ല. കാരണം തന്റെ ജീവിതത്തിൽ കൂടെ നിന്ന് ഉയർത്തേണ്ടവർ തന്നെയാണ് താഴ്ത്തിയിരിക്കുന്നത് എന്നുള്ളൊരു കുറ്റബോധം അതുപോലെ ദേഷ്യമൊക്കെ തന്നെ ദേവികയിലുണ്ട്. പിന്നീട് സിദ്ധാർത്ഥനാണെങ്കിൽ പാർട്ടി ഓഫീസിലേക്ക് ദേവികയെ കാണാനായിട്ട് എത്തുന്നുണ്ടെങ്കിലും ദേവികയാണെങ്കിൽ തനിക്കിപ്പോ ആരെയും കാണണ്ട എന്നൊക്കെ പറയുകയാണ്. പക്ഷെ സിദ്ധു വന്ന് അവളെ ഫയർ ചെയ്ത് വിടുന്നുണ്ട്. ഇതുപോലെ ഒരു അഴിമതിക്കാരിയോട് സംസാരിക്കാൻ താല്പര്യമില്ലാഞ്ഞിട്ടാണ്. ഇല്ലെങ്കിൽ കൂടിയും സംസാരിക്കേണ്ട കാര്യങ്ങൾ സംസാരിക്കണമല്ലോ. ഇതിനെതിരെ ഉറപ്പായിട്ടും പ്രതിപക്ഷം സമരം ചെയ്തിരിക്കും. അതോടുകൂടിയിട്ട് ഈ ഒരു സ്ഥാപനം അടച്ചു പൂട്ടുക തന്നെ ചെയ്യും. സിദ്ധാർത്ഥനാണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. അച്ഛ എന്നൊക്കെ വിളിക്കുമ്പോൾ തന്നെ ഇനി അങ്ങനെ വിളിച്ചു പോകരുതെന്നും സിദ്ധു പറയുകയാണ്. നന്ദനാണെങ്കിൽ സ്വയം മറന്ന് ഇസബല്ലയുമായിട്ടുള്ള സൗഹൃദം പുതുക്കി അവളുമായിട്ട് ഒന്നിച്ചു മുന്നോട്ട് പോകുന്നതിന് തീരുമാനിക്കുന്നുണ്ട്. പ്രഭാവതി ദേവികയെ മനസ്സിലാക്കുന്നുണ്ടെങ്കിലും തന്റെ മകന്റെ ജീവിതം തന്നെയാണ്, അല്ലെങ്കിൽ അവൻ ജയിലിലേക്ക് പോവാതെ രക്ഷപ്പെടുക തന്നെയാണ് വലുതെന്ന് അവരും തീരുമാനിക്കുന്നു. പിന്നീട് ദേവികയാണെങ്കിൽ തിരിച്ചു വീട്ടിലേക്ക് വരുന്നുണ്ട്. ആരും തന്നെ ദേവികയെ ഒന്നും സപ്പോർട്ട് ചെയ്യുന്ന പോലില്ല. സിദ്ധാർത്ഥനാണെങ്കിൽ മുഖം അങ്ങ് കുറ്റത്തോടൊക്കെ തന്നെ നോക്കുകയാണ്. ഇത് കാണുമ്പോൾ ദേവിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ദേവികയാണ് പ്രഭാവതിയോട് സംസാരിക്കാനായിട്ട് വരുന്നുണ്ട്. അമ്മ എന്റെ തലയിൽ തൊട്ട് സത്യം ചെയ്യണം, ഇതിന് പിന്നിൽ എന്തെങ്കിലും ഗൂഢാലോചനയുണ്ടോ? സത്യത്തിൽ എന്റെ ശത്രുക്കൾ വീട്ടിനകത്ത് തന്നെയാണ്, പുറത്തല്ല. എല്ലാവരും എന്നെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിച്ചു. ഇതിൽ നിങ്ങൾക്കാർക്കും ഒരു കുറ്റബോധം ഇല്ലേ? ഞാൻ എന്റെ ജീവിതമാണ് ഇപ്പോൾ നശിപ്പിച്ചു നിൽക്കുന്നത്. എനിക്കിപ്പോ തോന്നുന്നത് എന്താണെന്ന് പറയട്ടെ, ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം അത്രയ്ക്കും വലിയൊരു ചതിയാണ് ഞാൻ എന്റെ ജനങ്ങളോട് ചെയ്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയണം. RK നായർ നിങ്ങൾക്ക് പണം ഓഫർ ചെയ്തോ? അതുകൊണ്ടാണോ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തെന്ന് ചോദിച്ചുകൊണ്ട് ദേവികയാണെങ്കിൽ പ്രഭാവതിയുടെ കൈയെടുത്ത് തലയിൽ വെക്കുകയാണ്. പ്രഭാവതിയാണെങ്കിൽ ആകെ പിൻവലിയുന്നുണ്ട്. അവർക്കാണെങ്കിൽ ഒന്നും പറയാനായിട്ട് കഴിയുന്നില്ല. എന്തൊക്കെയോ ചതി ഇതിനിടയിൽ നടക്കുന്നുണ്ടെന്ന് എനിക്കറിയാമേ. എന്തായാലും ഒരു പെൺകുട്ടി ഒറ്റപ്പെടുന്ന സമയത്ത് എന്താണ് അവളുടെ മനസ്സിൽ തോന്നുന്നത്, അതൊക്കെ തന്നെയാണ് ഇപ്പൊ എന്റെ മനസ്സിൽ തോന്നിക്കൊണ്ടിരിക്കുന്നത്. നന്ദു ആയിരിക്കില്ല ജീവൻ അവസാനിപ്പിക്കാൻ പോകുന്നത്, മറിച്ച് ഞാനായിരിക്കുമെന്ന് ദേവിക പറയുന്നു. പിന്നീട് ദേവിയാണെങ്കിൽ നോക്കുമ്പോൾ സിദ്ധാർത്ഥൻ അങ്ങോട്ട് വരികയാണ്. സിദ്ധാർത്ഥൻ പറയുന്ന സത്യത്തിൽ എന്റെ ഈ വീട്ടിൽ അഴിമതിക്കാര് ഇങ്ങനെ ജീവിക്കുന്നത് പോലും എനിക്ക് ഇഷ്ടമില്ലെന്നൊക്കെ പറയുമ്പോൾ ഒച്ച എന്നൊക്കെ പറഞ്ഞ് ദേവിക പൊട്ടിക്കരയുന്നു. പ്രഭാവതി ദേവികയെ സപ്പോർട്ട് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിലും പ്രഭയുടെ ആദർശൊക്കെ ഇപ്പൊ എവിടെ പോയി? അവൾ ചെയ്ത തെറ്റ് ന്യായീകരിക്കുകയാണെന്നൊക്കെ ചോദിച്ചുകൊണ്ട് സിദ്ധാർത്ഥനാണെങ്കിൽ അവിടെ നിന്ന് ദേഷ്യത്തോടെ പോകുന്നുണ്ട്. അങ്ങനെ ദേവിക സങ്കടത്തോട് കൂടിയിട്ട് കരഞ്ഞ് റൂമിലേക്ക് ഓടി കയറുകയാണ്. പ്രഭാവതി ആണെങ്കിൽ ആകെ കുറ്റബോധം കൊണ്ട് വല്ലാതെയാവുന്നു. ഈ സമയം നന്ദനാവട്ടെ ഇസബല്ലയും കെവിനുമായിട്ട് ഒരു ബാറിലൊക്കെ പോയി അടിച്ചു പൊളിച്ച് ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇസബല്ലയാണെങ്കിൽ നന്ദനോട് പറയുന്നുണ്ട് ഈ ഒരു മാർഗത്തിലൂടെയാണെങ്കിലും നമുക്ക് ഇല്ലാതായി പോയ ആ സൗഹൃദം പുതുക്കിയെടുക്കാനായിട്ട് പറ്റി, നമ്മളൊപ്പം വേണമെന്നൊക്കെ പറയുമ്പോൾ നന്ദനാണെങ്കിൽ കുറച്ച് എന്തൊക്കെയോ ആലോചിക്കുന്നുണ്ട്. എന്തായാലും അവനാണെങ്കിൽ ഇസബല്ല ഒഴിച്ചു കൊടുക്കുന്ന ഡ്രിങ്ക്സ് ഒക്കെ തന്നെ കഴിക്കുന്നുണ്ട്. പിന്നീട് ഇസബല്ലയാണെങ്കിൽ മനസ്സിൽ ചിന്തിക്കുകയാണ്, കുടിച്ച് ലക്ക് കെട്ട് നിൽക്കുന്ന നന്ദനെ നോക്കിക്കൊണ്ട്, നന്ദ നിന്നെ ഞാൻ ഒരുപാട് സ്നേഹിച്ചിരുന്നു, ഇനി നീ എന്നോടൊപ്പം വേണം, അതാണ് എന്റെ ലക്ഷ്യം. എന്തു തന്നെയായാലും ഞാൻ നിന്നെ വിട്ടുകൊടുക്കില്ല. ദേവിക എത്ര ലക്കിയാണ്, അവളിപ്പോൾ അനുഭവിക്കട്ടെ, ഇനി നീ എന്റേതാണെന്നൊക്കെ പറഞ്ഞ ഇസബല്ല നന്ദനെ നോക്കി അങ്ങനെ ചിന്തിക്കുകയാണ്. പിന്നീട് കെവിൻ ആണെങ്കിൽ നന്ദനെ വീട്ടിലേക്ക് കൊണ്ടുവിടുന്നുണ്ട്. കുടിച്ച് ബോധമില്ലാതെ വരുന്ന നന്ദനെ കാണുമ്പോൾ പ്രഭാവതിയാണെങ്കിൽ ആകെ ഷോക്കാവുകയാണ്. മോനെ എന്താ ഇതൊക്കെ? അമ്മ നാളെ സംസാരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നന്ദനാണെങ്കിൽ അകത്തേക്ക് കയറി പോകുന്നുണ്ട്. ദേവിക്കാണെങ്കിൽ ആ കാഴ്ച കൂടി കാണുമ്പോൾ ആകെ തകർന്നു പോവുകയാണ്. കാരണം നന്ദൻ കൈവിട്ടു പോയി എന്നുള്ള കാര്യം അവൾ മനസ്സിലാക്കുന്നു. എന്തായാലും ഇസബല്ല വീണ്ടും ഒരു വലിയ ദുരന്തത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് തന്നെയാണ് എത്തിയിരിക്കുന്നത്. അപ്പൊ കാത്തിരിക്കാം കിടിലൻ എപ്പിസോഡ്സിനായിട്ട്. ബൈ.